നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയണം. എങ്ങനെയാണ് ഈ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുക? നമ്മളൊരു ഫോറിൻ പീസ് ഓഫ് DNA അല്ലെങ്കിൽ ഏലിയൻ പീസ് ഓഫ് DNA ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ സൈറ്റിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുക? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ഫോറിൻ DNA നമ്മൾ നേരത്തെ കാണിച്ച PBR322 എന്ന് പറഞ്ഞ ആ വെക്ടറിലൊരു എക്സാമ്പിൾ പറഞ്ഞു. അതിൻ്റെ BAM-H1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ സൈറ്റിൽ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞ അതിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെടുന്നു. സോ ആ സെലക്ഷൻ ഓഫ് റീകോമ്പിനൻറ്റ് ത്രൂ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുക? ഈ PBR322 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളെ പറ്റി പറഞ്ഞു. ഒന്ന് ടെട്രാസൈക്ലിൻ, BAM-H1 സൈഡിലുള്ളത്. അതുപോലെ വേറെ ഒരെണ്ണമുള്ളത് ആംഫിസിലിൻ എന്ന് റെസിസ്റ്റൻ്റ് ആയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനും ഉണ്ടായിരുന്നു. അത് PST PVU2 അടുത്തുള്ളതായിരുന്നു നമ്മൾ കാണിച്ചത്. സോ 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളുണ്ട്. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകൾ വഴി എങ്ങനെയാണ് റീകോമ്പിനൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുക? സോ സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസ് 2 മെത്തേഡിൽ, ഒന്നുകിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വഴി നമുക്കിതിനെ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് കളർ റിയാക്ഷൻ. സോ ആദ്യത്തെ മെത്തേഡ് നോക്കാം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വഴി എങ്ങനെയാണ് റീകോമ്പിനൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നു എന്ന് മാത്രം. സോ നമ്മൾ പറഞ്ഞ ഫോറിൻ DNA BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മൾ ലിങ്ക് ചെയ്തപ്പോൾ ആ BAM-H1 ലുള്ള ആ ഒരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടാകും. ആ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീന് എങ്ങനെയാണെന്ന് നോക്കാം. സോ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ലൂസ്, നമ്മൾ ഈ പറഞ്ഞ BAM-H1 ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ആ പ്ലാസ്മിഡ് നമ്മൾ പറഞ്ഞ ഒരു റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ആണ്. ബിക്കോസ് ആ പ്ലാസ്മിഡിൽ നമ്മളൊരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതെന്തായി? നോർമൽ ആ PBR322 എന്ന ക്ലോണിംഗ് വെക്ടർ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡായി മാറി. BAM-H1 ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ആ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡിൽ എന്ത് സംഭവിച്ചു? ലൂസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി. ബിക്കോസ് ആ BAM-H1 എന്തും കൂടി ഉണ്ടായിരുന്നു? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഉണ്ടായിരുന്നു. സോ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന എബിലിറ്റി നഷ്ടപ്പെട്ടു ഡ്യൂ ടു ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA. സോ ഫോറിൻ DNA BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, നേരത്തെ ആൻറ്റിബയോട്ടിക് ഏതിനെ അഗെയിൻസ്റ്റ് ആയിരുന്നു? ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ് റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആ സൈറ്റിൽ നഷ്ടപ്പെട്ടു. സോ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ എബിലിറ്റി ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടു. ആൻഡ് ഇനി നമ്മൾക്ക് എങ്ങനെയാണ് റീകോമ്പിനേഷനെ സെലക്ട് ചെയ്യുക? ഈ റീകോമ്പിനൻ്റ്, അതായത് നമ്മുടെ ഫോറിൻ DNA BAM-H1 ഇൻസേർട്ടഡ് ആയിട്ടുണ്ട്. അവിടെ റീകോമ്പിനേഷൻ നടന്നതിനെ തിരിച്ചറിയാനായിട്ട് ഇറ്റ് ക്യാൻ ബി സെലക്റ്റഡ് ഔട്ട്. റീകോമ്പിനൻറ്റിനെ നമ്മളെങ്ങനെ സെലക്റ്റഡ് ഔട്ട് ഫ്രം നോൺ റീകോമ്പിനൻ്റ്, അതിലേതൊക്കെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്, ഏതൊക്കെ റീകോമ്പിനേഷൻ നടന്നിട്ടില്ല. അങ്ങനെ നോൺ റീകോമ്പിനൻസിൽ നിന്ന് നമുക്ക് അവരെ സെലക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ ഗ്രോയിങ് ഓൺ ആംഫിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. നമ്മൾ ഈ PBR322 എന്ന് പറഞ്ഞതിൽ ആ BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിൽ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ BAM-H1 ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ടു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ. എന്നാൽ അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്. ആ റീകോമ്പിനേഷൻ നടന്നത് തിരിച്ചറിയാൻ വേണ്ടി ഈ റീകോമ്പിനൻ്റ് പ്ലാസ്മിഡിനെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് ക്ലോണിംഗ് വെക്ടറിൽ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ആ റീകോമ്പിനൻ്റ് പ്ലാസ്മിഡിനെ നമ്മൾ ആംഫിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്നു. ബിക്കോസ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ആംഫിസിലിനുള്ള മീഡിയയിൽ വളർത്തുന്നു. സോ ദ ട്രാൻസ്ഫോമേഴ്സ് ഗ്രോയിങ് ഓൺ ആംഫിസിലിൻ മീഡിയം, ഈ റീകോമ്പിനേഷൻ നടന്ന് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളത് ആ കോളനി അതൊക്കെ പ്ലാസ്മിഡുകളൊക്കെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഗ്രോ ഓൺ ആംഫിസിലിൻ മീഡിയം. ബിക്കോസ് ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന എബിലിറ്റി ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ആംഫിസിലിൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യാം. ആ
ട്രാൻസ്ഫോമൻസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോമൻസ് ആംഫിസിലിൻ മീഡിയത്തിൽ വളർന്ന ട്രാൻസ്ഫോമൻസിനെ ട്രാൻസ്ഫർ ടു ടെട്രാസൈക്ലിൻ മീഡിയം. ഇങ്ങനെ ട്രാൻസ്ഫോമഡായി ആംഫിസിലിൻ മീഡിയത്തിൽ വളർന്നുകൊണ്ടിരുന്ന അതിനെ ടെട്രാസൈക്ലിൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നാൽ റീകോമ്പിനൻസ് ഗ്രോൺ ആംഫിസിലിൻ മീഡിയത്തിൽ വളർന്ന റീകോമ്പിനൻസ് ടെട്രാസൈക്ലിനുള്ള ആംഫിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരില്ല. ബിക്കോസ് അവിടെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ അതിന് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരാൻ സാധിക്കില്ല. ആംഫിസിലിൻ മീഡിയത്തിൽ വളർന്നതിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ആർക്കും വളരാൻ പറ്റില്ല, റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരാൻ പറ്റില്ല. എന്നാൽ നോൺ റീകോമ്പിനേഷൻ നടക്കാത്തതാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ആംഫിസിലിൻ മീഡിയത്തിലും ടെട്രാസൈക്ലിൻ മീഡിയത്തിലും വളരും. സോ അതിൻ്റെ അർത്ഥം അവിടെ DNA ഇൻസേർട്ടഡ് ആയിട്ടില്ല, റീകോമ്പിനേഷൻ നടന്നിട്ടില്ല. ആംഫിസിലിൻ മീഡിയത്തിലും ടെട്രാസൈക്ലിൻ മീഡിയത്തിലും ഒരുപോലെ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെന്താണ്? നോൺ റീകോമ്പിനൻ്റ് ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി, നോൺ റീകോമ്പിനൻറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി. ഈ രണ്ട് മീഡിയയിലും വളരുന്നവരാരാണ്? നോൺ റീകോമ്പിനൻ്റ് ആണ്. കാരണം അവിടെ DNA ഇൻസേർട്ടഡ് ആയിട്ടില്ല. DNA ഇൻസേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെടുമല്ലോ. ഇവിടെ രണ്ടിലും, ഇവിടെ നമ്മൾ BAMH1 ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെട്രാസൈക്ലിൻ എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ അത് വളരില്ല, പകരം ആംഫിസിലിൻ മീഡിയത്തിൽ വളരും. എന്നാൽ രണ്ടിലും വളരുന്നുണ്ടെങ്കിൽ അത് നോൺ റീകോമ്പിനൻ്റ് ആണ്, നോൺ ട്രാൻസ്ഫോംഡ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സോ നമ്മളിവിടെ പറയുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ജീനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അതിൽ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ നമ്മൾ പറയുന്ന ആംഫിസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ സെലക്ട് ദ ട്രാൻസ്ഫോമൻസ്. ഏതൊക്കെയാണ് ട്രാൻസ്ഫോംഡ് ആയേ എന്ന് തിരിച്ചറിയാനായിട്ട് ആംഫിസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീന് അതിനെ സഹായിക്കുന്നു. അതേസമയം മറ്റേ അതർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഏതാ? മറ്റേത് ടെട്രാസൈക്ലിൻ. ദാറ്റ് ഇനാക്ടിവേറ്റഡ്, ആ ടെട്രാസൈക്ലിൻ എന്താ ചെയ്യുന്നത്? ഇനാക്ടിവേറ്റഡ് ഡ്യൂ ടു ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ ആ റെസിസ്റ്റൻസ് ജീൻ ഇനാക്ടിവേറ്റഡ് ആയി. ഇതുവഴി നമുക്ക് ഹെൽപ്സ് ഇൻ സെലക്ഷൻ ഓഫ് റീകോമ്പിനൻറ്റ്. സോ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇങ്ങനെയാണ് റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്നത്. സോ നോൺ റീകോമ്പിനൻ്റ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ രണ്ട് മീഡിയയിലും വളരും, ആംഫിസിലിൻ മീഡിയത്തിലും ടെട്രാസൈക്ലിൻ മീഡിയത്തിലും വളരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ നോൺ റീകോമ്പിനൻ്റ് ആണ്, നോൺ ട്രാൻസ്ഫോംഡ് ആണ്. അതേസമയം ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരാണ്ട് ആംഫിസിലിൻ മീഡിയത്തിൽ മാത്രം വളരുകയാണെങ്കിൽ നമുക്കതിനെ ഈ ട്രാൻസ്ഫോംഡ് ആയവർ, റീകോമ്പിനൻ്റ് ആയവരെ തിരിച്ചറിയാൻ പറ്റും. ബിക്കോസ് ആ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരാത്തവർ നമുക്ക് ആംഫിസിലിൻ മീഡിയത്തിൽ ഇട്ടിട്ടാണ് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരാത്തതിൻ്റെ കാരണം നമുക്കറിയാം, ഡ്യൂ ടു ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ആ ടെട്രാസൈക്ലിൻ എബിലിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരാൻ സാധിക്കാതിരുന്നത്. അതിനെ തിരിച്ചറിയാനാണ് നമ്മൾ അവരെ ഇതിനെടുത്തിട്ട് നമ്മൾ ആംഫിസിലിൻ മീഡിയത്തിലിട്ട് വളർത്തി നോക്കിയത്. സോ ആംഫിസിലിൻ മീഡിയത്തിലിട്ട് വളർത്തുമ്പോൾ ഈ ട്രാൻസ്ഫോംഡ് ആയവർ, ഈ റീകോമ്പിനൻ്റ് ആയവരൊക്കെ വളരും. ബിക്കോസ് അവരിൽ ഇപ്പോഴും ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നിൽക്കുന്നുണ്ട്. ബിക്കോസ് അവിടെ ഒരു DNA ഇൻസേർട്ടഡ് ആയിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഏതൊക്കെയാണ് റീകോമ്പിനൻസ്, ഏതൊക്കെയാണ് നോൺ റീകോമ്പിനൻ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ.